ഹലോ മക്കളെ, എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സുകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിക്കൽ കൈനറ്റിക്സിലുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. നിങ്ങൾക്കറിയാം, തിയറിയോട് കൂടെ ചേർന്ന് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏരിയ ആണ് എന്ത്, ഇതിൻ്റെ അകത്ത് വരുന്ന പ്രോബ്ലംസും. അപ്പോൾ നമ്മൾ പ്രോബ്ലംസ് തീരെ നോക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. എളുപ്പമുള്ള പ്രോബ്ലംസ് ആണ് ചോദിക്കാറുള്ളത്. അപ്പോൾ പൊതുവേ നമ്മൾ ചോദിച്ചു കണ്ടിട്ടുള്ള കുറച്ച് സെറ്റ് ഓഫ് പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ തിയറീൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണ്ടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഓരോരോ പാർട്ടുകളായിട്ട് നോക്കിയിട്ട് പോവാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് ആണ്. നിങ്ങളിതിൽ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ് എന്ത്, ഈ സീറോ ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന ഇക്വേഷൻ. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. എഗെയിൻ ഞാൻ പറഞ്ഞിവിടെ അത് കൂടുതൽ സമയം ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. എങ്കിലും ഞാനിവിടെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യം ഈ ഇക്വേഷൻ ആണ്. ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ വരുന്ന റേറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നതാണ് R0-R/T. ഈ ഇക്വേഷൻ എപ്പോഴും നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം. കാരണം ഇത് ഡയറക്റ്റ് തന്നെ എന്ത് ചെയ്യാറുണ്ട്, ഒരു മാർക്കിനൊക്കെ ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട് തന്നെ ചോദിക്കാറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ അറിയേണ്ടതാണ് എന്ത്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് ഡിറൈവ് ചെയ്തെടുക്കാനുള്ള ഇക്വേഷനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. സീറോ ഓർഡറിനെ അപേക്ഷിച്ച് ഫസ്റ്റ് ഓർഡറിനാണ് എന്ത് വന്നിട്ടുള്ളത്, കൂടുതലായിട്ട് പ്രോബ്ലംസ് കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. സോ ഈ ഇക്വേഷൻ നിങ്ങൾ ഡിറൈവ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. എന്താണ് ഇക്വേഷൻ? 2.303 ഡിവൈഡഡ് ബൈ ടി ലോഗ് R0/R. നിങ്ങൾ ആറോ എയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഈ ഇക്വേഷനും അതേപോലെ തന്നെ എലോങ് ഈ ഗ്രാഫും അറിഞ്ഞിരിക്കണം. ഇനി ഇവിടുന്ന് വരുന്ന വേറൊരു ചോദ്യമാണ് എന്ത്, ഈ ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ഗ്രാഫുകൾ വരയ്ക്കാനുള്ളത്. സീറോ ഓർഡറിൻ്റെയും ഫസ്റ്റ് ഓർഡറിൻ്റെയും ഞാൻ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ എക്സിലും വൈയിലും ഒക്കെ എന്താണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിയിട്ട് വേണം പോകാൻ. ഓക്കെ, എക്സാം ഹോളിൽ നമ്മളത് കൺഫ്യൂസ് ആക്കുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലംസിലേക്ക് പോകാം. ഈ ഭാഗത്ത് നിന്ന് സാധാരണയായിട്ട് ഫസ്റ്റ് ഓർഡറിനാണ് കൂടുതലും ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളുടെ ചോദ്യം വായിച്ച് നോക്ക്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ N2O5 gives 2NO plus half O2 was 1.24 into 10⁻² mole liter inverse at 300 Kelvin. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒന്നുമില്ല, നമുക്ക് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ് തന്നത്. ഈ ഒരു ഇക്വേഷൻ്റെ അകത്തുള്ള ആളുടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ് തന്നിട്ടുള്ളത്. ഇനിയോ, ദ കോൺസെൻട്രേഷൻ ഓഫ് N2O5 ആഫ്റ്റർ 1 hour വാസ് 0.20 into 10⁻² മോൾ ലിറ്റർ ഇൻവേഴ്സ്. ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കിയ സമയത്ത് എന്തായി, ഇയാളുടെ കോൺസെൻട്രേഷൻ എത്രയായിട്ട് മാറി, 0.20 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ നമ്മളോട് റേറ്റ് കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും നേരിട്ട് തന്നിട്ടുണ്ടല്ലോ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, R0 എന്ന് പറയുന്നതാണ് എന്ത്, ഈ 1.24. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞില്ലേ, ആ കിട്ടിയ വാല്യൂ ആണ് എന്ത്, 0.20 എന്ന് പറയുന്നത്. ഇനിയോ ടി നിങ്ങൾക്ക് കണ്ടുപിടിക്കാമല്ലോ. ടി ഇവിടെ ഓൾറെഡി എത്ര തന്നിട്ടുണ്ട്, 1 hour ആണെന്ന് തന്നിട്ടുണ്ട്. സോ ആ 1 hourന് എന്ത് ചെയ്യണം, നിങ്ങൾ മിനിറ്റിലേക്ക് തൽക്കാലം മാറ്റിയാൽ മതി. സോ ഇവിടെ കിട്ടുന്ന ആൻസർ എപ്പോൾ എന്തായിരിക്കും, മിനിറ്റ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞ് വേണം എഴുതാൻ. സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ 60 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതേപോലെ തന്നെയാണ്. അതൊരു സെറ്റ് ചോദ്യമാണ്. അങ്ങനെ ചോദിക്കുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ്. രണ്ടാമത്തെ ടൈപ്പ് ചോദ്യമാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളെ മുന്നിൽ കാണുന്നത്. എന്താണ്, ഇതേ ഇക്വേഷൻ തന്നെയാണ്, അതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ നേരിട്ട് നമുക്ക് കോൺസെൻട്രേഷൻ ഇത്രയാണ്, ഇനീഷ്യൽ ഇത്രയാണ്, ഫൈനൽ ഇത്രയാണ് എന്ന് പറയുന്നതിന് പകരം എന്ത് ചെയ്തു അവർ, എങ്ങനെയാണ് പറഞ്ഞത്, കാൽക്കുലേറ്റ് ദ ടൈം റിക്വയർഡ് ടു കംപ്ലീഷൻ ഓഫ് 90% ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. 90% കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയമാണ് ചോദിച്ചിട്ടുള്ളത്. കെയുടെ വാല്യൂ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. സോ ഇങ്ങനെ പെർസെൻറ്റേജ് വെച്ച് തരുന്ന ചോദ്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എപ്പോഴും എന്ത് ചെയ്യണം, 100 ആയിട്ട് വേണം എടുക്കാൻ. അങ്ങനെ 100 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള എത്രയാണോ പറഞ്ഞിട്ടുള്ളത് അതിൽ നിന്ന് കുറച്ചിട്ടുള്ള വാല്യൂ എന്ത് ചെയ്താൽ മതി, ഫൈനൽ കോൺസെൻട്രേഷൻ ആയിട്ട് എടുത്താൽ മതി. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ 2 ടൈപ്പ് ചോദ്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാമല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കഴിഞ്ഞാൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എന്ത്, ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത്. എന്താണ് ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ, ഒരു റിയാക്ഷൻ തുടങ്ങി ആ ഒരു എടുത്തിരിക്കുന്ന റിയാക്ടറിൻ്റെ കോൺസെൻട്രേഷൻ പകുതി ആവാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, അതിൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചോദിക്കാത്ത ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ ഡെഫിനിഷൻ
പ്രധാനമായിട്ടും ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇക്വേഷൻസും നമ്മളിപ്പോൾ പരിചയപ്പെടും. ആ ഇക്വേഷൻസും പരീക്ഷയ്ക്ക് എടുത്ത് ചോദിക്കാറുണ്ട്. സോ ഹാഫ് ലൈഫ് പീരീഡ് വളരെ കുറവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? റിയാക്ഷൻ വളരെ പെട്ടെന്നായിരിക്കും നടക്കുക. നേരത്തെ നമ്മൾ എഴുതി നിർത്തിയ ആ ഇക്വേഷൻ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്ത് ചെയ്യുക? അവിടെ ടിക്ക് പകരം എന്ത് കൊടുക്കുക? നിങ്ങൾ ടി ഹാഫ് എന്ന് കൊടുക്കുക. കോൺസെൻട്രേഷനോ ആകെ ഉള്ളതിൻ്റെ പകുതി ആവാൻ എടുക്കുന്ന ടൈമല്ലേ. സോ ഇനീഷ്യൽ കോൺസെൻട്രേഷന് പകരം നിങ്ങൾ എന്ത് കൊടുക്കുക? R0/2 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കേട്ടോ, ഇതെപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നിങ്ങൾ എടുക്കുന്ന റിയാക്ഷനിൽ ഏത് ഓർഡറാണ് ടി ഹാഫ് വാല്യൂ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ടി ഹാഫ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡഡ് ആണ്? കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ടേമിന് ഡിപ്പെൻഡഡ് ആണ്. ഇനി അതേപോലെ തന്നെ വരുന്നതാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ വരുന്ന ടി ഹാഫ് വാല്യൂ. ഇതേപോലെ തന്നെ നമ്മൾ ടിക്ക് പകരം ടി ഹാഫ് കൊടുക്കുക, ആറിന് പകരം R0/2. സെയിം പാറ്റേൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടി ഹാഫ് വാല്യൂ കിട്ടും. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താ? നിങ്ങൾ ഈ ഇക്വേഷൻ നോക്കിയേ, കോൺസെൻട്രേഷൻ്റെ എന്തെങ്കിലും ടേംസ് കാണുന്നുണ്ടോ? ഇല്ലല്ലോ. അതാണ് അടുത്ത ചോദ്യം. നിങ്ങൾ ഏത് ഓർഡർ റിയാക്ഷനിലാണ് എന്ത് ചെയ്യുക? ടി ഹാഫ് വാല്യൂ ഈ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യാത്തത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരുന്നത് എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. സോ ഈ രണ്ട് കാര്യങ്ങളും അറിഞ്ഞിരിക്കുക. ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടി ഹാഫ് വാല്യൂസിൻ്റെ ഇക്വേഷൻസ് എടുത്തെഴുതാൻ ഒരു മാർക്കിനൊക്കെ ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പാറ്റേണിൽ തന്നെ വരുന്ന ടൈപ്പ് ചോദ്യങ്ങൾ നോക്കിക്കേ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് ഫൗണ്ട് ടു ഹാവ് എ റേറ്റ് കോൺസ്റ്റൻറ്റ്. നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ടി ഹാഫ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഫസ്റ്റ് ഓർഡർ ആണെന്ന് പറഞ്ഞിട്ടില്ലേ? ഇതാ നേരിട്ട് ഇക്വേഷനിൽ കൊടുക്കുക, അവിടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടി. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് എന്ത്? അരീനിയസ് ഇക്വേഷൻ എന്താണ്? അപ്പം എന്താണ് അരീനിയസ് ഇക്വേഷൻ, അല്ലെങ്കിൽ എന്തൊക്കെ തമ്മിലാണ് എന്ത് ചെയ്യുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട റിലേഷൻ വരുന്നത്? അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഈ പറഞ്ഞിരിക്കുന്നതിൽ അരീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതൊക്കെ തമ്മിലുള്ള റിലേഷനാണ് വരുന്നത്? നമ്മൾ റേറ്റ് കോൺസ്റ്റൻറ്റും അതേപോലെ ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനാണ് എന്ത്? അരീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ അരീനിയസ് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, A(e⁻⁴ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കണം. ഇതിൽ എ എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ ഫ്രീക്വൻസി ഫാക്ടർ. ഇ എന്ന് പറയുന്നതാണ് എന്ത്? ആക്ടിവേഷൻ എനർജി. ആർ എന്ന് പറയുന്നതാണ് എന്ത്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ആൻഡ് ടി ആണ് എന്ത്? ടെമ്പറേച്ചർ. ശ്രദ്ധിക്കണം, ടെമ്പറേച്ചർ കെൽവിനിലാണ് നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പ്രസ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഇതാ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഡിറൈവ് ചെയ്യുന്നത് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്ത് വെച്ചോ. ഇത് ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ ഇതിൽ നിന്ന് പ്രധാനമായിട്ടും ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നിങ്ങളെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അതിൽ നോക്കിയേ, ഒന്നാമത്തെ ടൈപ്പ് ചോദ്യം എന്താണ്? The rate constant of a reaction is at 600 Kelvin and 900 Kelvin are 0.02 second inverse and 0.06 second inverse respectively. Find the values of EA and K. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഇയുടെയും എയുടെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നിരിക്കുന്നതിൽ നിങ്ങൾക്കറിയാം ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, കാരണം രണ്ട് ടെമ്പറേച്ചേഴ്സ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇനിയോ അതേപോലെ അതിൻ്റെ എന്തും തന്നിട്ടുണ്ട്, റേറ്റിൻ്റെ യൂണിറ്റ് K2ഉം K1ഉം നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്, റേറ്റ് കോൺസ്റ്റൻറ്റുകളും തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഈ ഇക്വേഷൻ ഉപയോഗിച്ചൂടെ? എങ്ങനെയാണ് ഈ ഇക്വേഷനെ ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. രണ്ട് റേറ്റുകൾ തന്നിട്ടുണ്ട്, രണ്ട് ടെമ്പറേച്ചറുകളും തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? എനിക്കിത് കണ്ടുപിടിക്കാമല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ. ഇയെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. എന്താണ് വരിക? ഇതാ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. നമ്മൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. അതിൻ്റെ ഉത്തരം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ടൈപ്പ് ചോദ്യമാണ്. റേറ്റ് കോൺസ്റ്റൻറ്റ് K2 ഓഫ് എ റിയാക്ഷൻ അറ്റ് 310 Kelvin ഈസ് 2 times ഓഫ് ഇറ്റ്സ് റേറ്റ് കോൺസ്റ്റൻറ്റ് K1 അറ്റ് 300 Kelvin. കാൽക്കുലേറ്റ് ദ ആക്ടിവേഷൻ എനർജി. അപ്പോൾ അവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാ ഇവനെയാണ്. എന്താണ്? 2 times. ഇത് നോക്കിക്കൊണ്ട് ഇത് പരീക്ഷയ്ക്ക് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? 2ന് പകരം 3 times, 4 times, 6 times എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അവിടെ നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഇതാ ഈ K2/K1 കണ്ടോ? ആ റേഷ്യോ എന്ത് ചെയ്യുക? അതിന് ഇക്വേറ്റ് ചെയ്യുക. 3 times ആണെങ്കിൽ 3,
6 ടൈംസ് ആണെങ്കിൽ 6 നേരിട്ട് കൊടുത്താൽ എന്ത് ചെയ്യാം, ഈ ഇക്വേഷനിൽ അതേപോലെ ചെയ്താൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടും. ചെയ്യാലോ? നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കണേ, കാരണം എക്സ്പോണൻഷ്യലും ഒക്കെ വരുന്നത് കൊണ്ട് കാൽക്കുലേറ്ററിൽ നിങ്ങൾ ചെയ്ത് നോക്കണം വീട്ടിൽ നിന്ന്, എന്നാലേ ഈ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി തേർഡ് ടൈപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ വെച്ചിട്ടുള്ളതാണ്. എന്താണ്? ഇവിടെ റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്, പക്ഷെ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് നോക്ക്. ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 20 കെൽവിൻ. അതായത് ആദ്യം എത്ര തന്നു? 293 കെൽവിൻ ആണ് നമ്മൾ T1 ആയിട്ട് എടുക്കേണ്ടത്. പക്ഷെ T2 എന്ത് ചെയ്തില്ല, നേരിട്ട് നമുക്ക് തരുന്നതിന് പകരം ആദ്യം ഉള്ളതെന്ന് 20 കെൽവിൻ ഇൻക്രീസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ? T2 എന്ന് പറയുന്നത് എന്ത് വരും? 293 + 20K ചെയ്താലാണ് എന്ത് ചെയ്യുക, നമുക്ക് T2 കിട്ടുക. അത് മാത്രമേ ഇവിടെ വ്യത്യാസമുള്ളൂ, വേറെ ചേഞ്ചുകളൊന്നുമില്ല. എല്ലാ റേറ്റ് കോൺസ്റ്റൻറ്റുകളും തന്നിട്ടുണ്ട്, ഇയും എയും കാണാൻ പറഞ്ഞിട്ടുണ്ട്. സോ അത് രണ്ടും ഞാനിവിടെ ഓൾറെഡി കണ്ടു, ആൻസേഴ്സ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് അത് കണ്ടുപിടിക്കാം. സോ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് എന്ത് ചെയ്തത്, ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത്. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ കൂടുതൽ വീഡിയോസിനും അതേപോലെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുക. വേറൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.